ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജോർജ് ടൌണിൽ ഗയാന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഗയാനയിലെയും കരീബിയൻ മേഖലയിലെയും പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളുമായും അദ്ദേഹം സംവദിക്കും. ഗയാനയിലെ ഇന്ത്യൻ സമൂഹത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി നൈജീരിയ, ബ്രസീൽ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ശ്രീ മോദി ഗയാനയിൽ എത്തിയത്. വിദേശ രാജ്യങ്ങളുടെ പാർലമെന്റിൽ ഇന്ത്യൻ ജനതയ്ക്കായി ശ്രീ മോദി പങ്കെടുക്കുന്ന 14ാമത്തെ പരിപാടിയാണ് ഇത്. ഏറ്റവും കൂടുതൽ വിദേശ പാർലമെന്റുകളെ അഭിസംബോധന ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഭൌതിക വികസനം പോലെ തന്നെ സാംസ്കാരിക അവബോധവും ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ ദീർഘവീക്ഷണമുള്ള നേതാവാണ് ഉൽക്കൽ കേസരി ഹരേ കൃഷ്ണയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഒഡീഷയിൽ കല, സാഹിത്യം, സംഗീതം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വളരെയധികം സംഭാവന നൽകിയ പ്രമുഖ എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹമെന്നും ഹരേ കൃഷ്ണ മഹ്താബിന്റെ 125ാം ജന്മവാർഷിക ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അടുത്ത മാസം മുതൽ താലൂക്ക് തലത്തിൽ അദാലത്ത് സംഘടിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് അദാലത്ത് സംഘടിപ്പിക്കുക. 2024ലെ കേരള സ്പോർട്സ് ഭേദഗതി കരട് ബില്ലിനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിൽ വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാൾ രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. രാവിലെ 9 മണിയോടെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് ഇനിഷ്യേറ്റീവ് ഫോർ സ്റ്റുഡന്റ് ഇന്നൊവേഷൻ ആന്റ് ഔട്ട്റീച്ച് നെറ്റ്വർക്ക് സംരംഭം കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. അധസ്ഥിതരായ കുട്ടികൾക്കിടയിൽ വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം എന്നിവയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംരംഭം നടപ്പിലാക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ നേരിടുന്നതിനുള്ള അടിയന്തര സഹായം കേന്ദ്രത്തിൽ നിന്നും നേടിയെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാനത്തെ എംപിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിനും സംസ്ഥാനം സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനും ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. 2022-23 വർഷങ്ങളിലെ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സമ്മാനിക്കും. 82 യുവ കലാകാരന്മാരെ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും. ഭാരതരത്ന ഉസ്താദ് ബിസ്മില്ല ഖാന്റെ പേരിൽ 2006-ൽ സംഗീത നാടക അക്കാദമിയാണ് 40 വയസ്സുവരെയുള്ള യുവ കലാകാരന്മാർക്കായി അവാർഡ് ഏർപ്പെടുത്തിയത്. കവിയും പ്രഭാഷകനും പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനുമായിരുന്ന വി പി വാസുദേവൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ഗ്രാമീണവും കാർഷികവുമായ ജീവിതത്തിന്റെ ആവിഷ്കാരങ്ങളായിരുന്നു വി പി വാസുദേവന്റെ കവിതകൾ. നടൻ മേഘനാഥന് ജന്മനാടിന്റെ വിട. സംസ്കാര ചടങ്ങുകൾ ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. സിനിമ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ മേഘനാഥന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. തദ്ദേശ റോഡ് പുനരുദ്ധാരണം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പൊതുമാനദണ്ഡം അനുസരിച്ച് എംഎൽഎമാർ നിർദ്ദേശിക്കുന്ന പ്രവൃത്തികൾ സർക്കാരിൽ സമർപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പ്രവൃത്തികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ എംഎൽഎമാർ ഈ മാസം 30-നകം സമർപ്പിക്കണം. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പര ഞായറാഴ്ച നെയ്യാറ്റിൻകര ആറാലുമൂട് പുത്തനമ്പലം SNDP ഹാളിൽ നടക്കും. കെ ആൻസലൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിക്കും. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന കഥയരങ്ങിൽ ചന്ദ്രമതി, വി കുമാർ, ഇളവൂർ ശ്രീകുമാർ പ്രതാപൻ തുടങ്ങിയ കഥാകൃത്തുക്കൾ പങ്കെടുക്കും. തുടർന്ന് എഴുത്തുകാരനും നടനുമായ പ്രൊഫസർ വി അലിയാർ നാടകം ജീവിതം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ തെക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ ആയിക്കരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 4 മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിന് തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുന്നു. കടലിൽ കുടുങ്ങിയ ഇവരെ രക്ഷപ്പെടുത്താൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അറിയിച്ചു. ഇന്ത്യയുടെ കയറ്റുമതി മേഖല ശോഭനമായ ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അമൂല്യമായ രത്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ ഏറ്റവും മുൻപിലാണ് ഇന്ത്യ. നിരവധി ഇനങ്ങളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ നീക്കിയത് മേഖലയുടെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമായതായി RBI റിപ്പോർട്ടിൽ പറയുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.